2026 ജൂൺ 8 സിറാജ് എഡിറ്റോറിയൽ. പരോളിന് കർശന മാനദണ്ഡങ്ങൾ. ജയിൽ ചട്ടങ്ങൾ പാലിച്ചു മാത്രമേ തടവുകാർക്ക് പരോൾ അനുവദിക്കാവൂവെന്ന് ജയിൽ വകുപ്പ് മേധാവിക്ക് കടുത്ത നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മുൻകാലങ്ങളിൽ ജയിൽ വകുപ്പ് മേധാവിയുടെ വിവേചനാധികാരം ഉപയോഗിച്ച് നിരവധി തടവുകാർക്ക് പരോൾ അനുവദിച്ചിരുന്നു. പോലീസ് റിപ്പോർട്ട് എതിരായിട്ടും പരോൾ അനുവദിച്ചത് കടുത്ത വിവാദത്തിന് ഇടയാക്കുകയും ചെയ്തു. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന ഭരണഘടനാ തത്വം പലപ്പോഴും ലംഘിക്കപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് പരോളിന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ വിശദീകരണം. ശിക്ഷ നടപ്പാക്കാനുള്ള സ്ഥാപനങ്ങൾ മാത്രമല്ല ജയിലുകൾ. കുറ്റവാളികളുടെ പുനരധിവാസവും സാമൂഹിക പുനഃസംയോജനവും ലക്ഷ്യമാക്കുന്ന സംവിധാനം കൂടിയാണ്. ഇതടിസ്ഥാനത്തിലാണ് പരോൾ പോലുള്ള ആനുകൂല്യങ്ങൾ ജയിൽ ചട്ടങ്ങളിൽ ഉൾപ്പെടുത്തിയത്. ഇത് തടവുകാരന്റെ അവകാശമല്ല, നിയമം അനുശാസിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കപ്പെടുമ്പോൾ ലഭിക്കുന്ന ആനുകൂല്യം മാത്രമാണ്. തടവുകാരന്റെ കുടുംബത്തിലെ അടിയന്തര സാഹചര്യങ്ങൾ, ചികിത്സ, സാമൂഹിക ബന്ധങ്ങൾ നിലനിർത്തൽ, നല്ല പെരുമാറ്റം തുടങ്ങിയവ പരിഗണിച്ചാണ് പരോൾ നൽകേണ്ടത്. ചട്ടങ്ങൾക്ക് വിധേയമല്ലാതെ രാഷ്ട്രീയ പ്രേരിതമായി പരോൾ അനുവദിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയെയും നിയമവ്യവസ്ഥയിലുള്ള പൊതുജന വിശ്വാസത്തെയും ദുർബലപ്പെടുത്തും. കേരളത്തിൽ പരോൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് പലതവണ വിവാദങ്ങൾ ഉയർന്നിട്ടുണ്ട്. TP ചന്ദ്രശേഖരൻ വധക്കേസ്, പെരിയ ഇരട്ടക്കൊലക്കേസ് തുടങ്ങിയ പ്രമാദമായ കേസുകളിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ച നടപടികളിൽ പ്രത്യേകിച്ചും TP വധക്കേസിൽ പ്രതികൾ പുറത്തിറങ്ങിയാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ മുന്നറിയിപ്പ് അവഗണിച്ചായിരുന്നു ജയിൽ മേധാവി പരോൾ അനുവദിച്ചത്. പ്രാദേശിക പോലീസ് റിപ്പോർട്ടും പ്രതികൂലമായിരുന്നു. കോടതി കഠിന തടവിനു ശിക്ഷിച്ച കുറ്റവാളികളുടെ കാര്യത്തിൽ പോലും ജയിൽ താമസം കേവലം സാങ്കേതികത്വം മാത്രമായി മാറുകയും പ്രതികൾ യഥേഷ്ടം പുറത്തിറങ്ങി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും സ്വർണ്ണക്കടത്ത്, കൊട്ടേഷൻ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിലും ഏർപ്പെടുന്ന സ്ഥിതിവിശേഷം സംജാതമാകുകയും ചെയ്തു. പരോൾ അനുവദിക്കുന്നതിലെ വിവേചനത്തിന്റെ പ്രത്യാഘാതം ഗുരുതരമാണ്. സാധാരണക്കാരനു ലഭിക്കാത്ത ഇളവുകൾ മറ്റു ചിലർക്ക് ലഭിക്കുന്നുവെന്ന ധാരണ സമൂഹത്തിൽ രൂപപ്പെടും. അത് ജയിൽ ഭരണത്തിന്റെ വിശ്വാസ്യത തകർക്കും. അതിനപ്പുറം കോടതി വിധിച്ച പൂർണ്ണ ശിക്ഷ അനുഭവിക്കാതെ പ്രതികൾ നിരന്തരം പുറത്തുവന്ന് വിഹരിക്കുന്നത് ഇരകളുടെയും അവരുടെ കുടുംബങ്ങളുടെയും നീതിബോധത്തെ മുറിവേൽപ്പിക്കുകയും ചെയ്യും. ചട്ടപ്രകാരം ഒരു തടവുകാരന് വർഷത്തിൽ പരമാവധി 60 ദിവസമാണ് പരോൾ അനുവദിക്കാവുന്നത്. എന്നാൽ അടിയന്തര പരോളുകളുടെയും ശിക്ഷാ ഇളവുകളുടെയും പേരിൽ ഈ പരിധി യഥേഷ്ടം ലംഘിക്കപ്പെട്ടു. ഭാസ്കര കാരണവർ വധക്കേസിലെ പ്രതി ഷെറിന് വലിയ തോതിൽ പരോൾ നൽകിയതും ശിക്ഷാ ഇളവ് നൽകി വിട്ടയച്ചതുമുൾപ്പെടെയുള്ള നടപടികൾ കടുത്ത നിയമ പോരാട്ടങ്ങൾക്ക് വഴിവെച്ചതാണ്. ശിക്ഷാ കാലയളവിനിടെ 500 ദിവസത്തോളം ജയിലിനു പുറത്തായിരുന്നു ഷെറിൻ. ഇത്തരം പരോൾ നിയമലംഘനത്തിലും സർക്കാരിൻ്റെ ഏകപക്ഷീയമായ നിലപാടുകളിലും ഹൈക്കോടതി പലതവണ അസംതൃപ്തി രേഖപ്പെടുത്തുകയും ആഭ്യന്തര വകുപ്പിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ് പുറപ്പെടുവിച്ച പുതിയ നിർദ്ദേശപ്രകാരം പോലീസ് റിപ്പോർട്ടുകളും പ്രൊബേഷൻ ഓഫീസറുടെ നിരീക്ഷണങ്ങളും മറികടന്ന് ജയിൽ മേധാവിമാർക്ക് സ്വന്തം താൽപ്പര്യപ്രകാരം പരോൾ അനുവദിക്കാനാകില്ല. ഇത് ഉദ്യോഗസ്ഥർക്കുമേലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം കുറയ്ക്കാനും ജയിൽ ഭരണത്തിൽ സുതാര്യതയ്ക്കും വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതേസമയം നിയമം കർശനമാക്കിയത് പരോളുമായി ബന്ധപ്പെട്ട മനുഷ്യാവകാശപരമായ അവകാശങ്ങളെ ബാധിക്കാനിടയാകരുത്. എല്ലാ തടവുകാരും അവരുടെ കുറ്റകൃത്യങ്ങൾക്കപ്പുറം മനുഷ്യരാണ്. കുടുംബത്തിലെ മരണം, ഗുരുതര രോഗം, വിവാഹം പോലുള്ള നിർണായക സാഹചര്യങ്ങളിൽ മാനുഷിക പരിഗണനകൾക്ക് പ്രാധാന്യം നൽകേണ്ടതുണ്ട്. സാമൂഹിക ബന്ധങ്ങൾ നിലനിർത്താനും മാനസികാരോഗ്യ സംരക്ഷണത്തിനും പരോൾ തടവുകാർക്ക് സഹായകമാകും. പാടെ നിഷേധിക്കുകയല്ല,
അത് നിയമാനുസൃത രീതിയിലും ന്യായമായ രീതിയിലും നടപ്പാക്കുകയായിരിക്കണം പുതിയ ഉത്തരവിലൂടെ ലക്ഷ്യമാക്കേണ്ടത്. മനുഷ്യത്വ ബോധത്തിനും നിയമപാലനത്തിനുമിടയിലുള്ള സന്തുലിതാവസ്ഥയായിരിക്കണം പരോൾ സംവിധാനത്തിൻ്റെ അടിസ്ഥാനം. മനുഷ്യത്വബോധത്തിൻ്റെയും സഹാനുഭൂതിയുടെയും പേരിൽ ചട്ടങ്ങൾ അവഗണിക്കാനാകില്ല. നിയമപാലനത്തിൻ്റെ പേരിൽ മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കാനുമാകില്ല. പരോൾ ചട്ടങ്ങൾ കർശനമാക്കിക്കൊണ്ടുള്ള ഉത്തരവ് താൽക്കാലിക രാഷ്ട്രീയ നിലപാട് മാത്രമായി മാറാതെ വ്യവസ്ഥാപിതമായ ചട്ടക്കൂടായി മാറേണ്ടതുണ്ട്. ഭരണകക്ഷിയുമായി അടുപ്പമുള്ള തടവുകാരുടെ കാര്യത്തിലും കർശന നിയന്ത്രണം പാലിക്കാനുള്ള ആർജവം കാണിക്കണം. മുൻ UDF ഭരണത്തിൽ ഭരണകക്ഷി അനുകൂലികളായ തടവുകാർക്കും ചില പ്രമുഖ പ്രതികൾക്കും പരോളിൽ വഴിവിട്ട ഇളവുകൾ അനുവദിച്ചിരുന്നതായി പരാതി ഉയർന്നിരുന്നു. അത് ആവർത്തിക്കാൻ ഇടയാക്കരുത്. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്ന് പ്രവൃത്തിയിലൂടെ തെളിയിക്കാനും പരോൾ സംവിധാനത്തെ രാഷ്ട്രീയ സ്വാധീനങ്ങളിൽ നിന്ന് പൂർണ്ണമായി മുക്തമാക്കാനും പുതിയ സർക്കാരിനും ജയിൽ വകുപ്പിനും സാധിക്കട്ടെ. എങ്കിലേ നിയമവാഴ്ചയിലും നീതിന്യായ സംവിധാനത്തിലുമുള്ള വിശ്വാസം സമൂഹത്തിൽ ശക്തിപ്പെടുകയുള്ളൂ. നിയമത്തിൻ്റെ തുല്യമായ പ്രയോഗം ഉറപ്പാക്കുകയെന്നതാണ് ഇവിടെ പ്രധാനം.